കള്ളക്കടത്ത് തുടങ്ങിയപ്പോ നില വന്നു, പാർട്ടി ചേർന്നപ്പോ വില വന്നു, ഇപ്പോ MLA ആയപ്പോ ഇമേജ്. ഇക്കാക്ക ആരോടാ വർത്തമാനവും ചിരിയും? എനിക്ക് എന്നോടല്ല പിന്നെ ആരോടാ സംസാരിക്കാനുള്ളത്? ഇതിനേക്കാ ഭേദം ജയിലായിരുന്നു. എന്തായാലും പറയാൻ അവിടെ എൻ്റെ മക്കളുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷ 2 വർഷത്തെ ഇളവാ. ഒറ്റയ്ക്ക് ഓരോന്ന് ആലോചിച്ച് നീ കിടന്നോടാ, നാളെ പണിക്ക് പോകണ്ടല്ലേ, ഉറക്കം കളയണ്ട. ഇക്കാക്ക ഉറങ്ങുന്നില്ലേ? പകൽ മുഴുവൻ ലോട്ടറിയും കൊണ്ട് നടപ്പ്, രാത്രിയായ ഉറക്കമില്ല. ഉറങ്ങാൻ പറ്റണ്ടേടാ. മനസ്സറിഞ്ഞൊന്ന് ഉറങ്ങിയിട്ട് 14 വർഷമായി. കണ്ണടച്ചാ തുടങ്ങും കാഴ്ചകൾ. എന്റെ കുഞ്ഞാമിന, സീനത്ത്, റംല. ഇക്കാക്ക അതൊന്നും ഓർക്കണ്ട, ഒക്കെ മറക്കാൻ നോക്ക്. മറക്കാനാണെങ്കിൽ പിന്നെ എന്തിനാടാ 1.5 കാലം വെച്ച് ഞാൻ ഒരു തെണ്ടിയെ പോലെ ജീവിക്കുന്നത്? ചത്തൂടെ എനിക്ക്. എന്റെ ദിവസം വരാറായി. എന്റെ മക്കളൊന്ന് ഇറങ്ങട്ടെ. 14 വർഷമായി എന്റെ കുട്ടികള് റിമാൻഡ്, ജയില്. 14 വർഷം. നീ വന്നേ, ചെക്ക് ചെയ്തു. സാർ, ആന്റണി ഭക്ഷണം കഴിക്കുന്നില്ല. ഏത് ആന്റണി? 321. എന്തു പറ്റി? അറിയില്ല സാർ, രാവിലെയും ഭക്ഷണം വാങ്ങി ആർക്കോ കൊടുക്കുക ചെയ്തത്. നിരാഹാര സമരം വല്ലതുമാണോ? ചോദിച്ചിട്ട് അയാൾ ഒന്നും പറയുന്നില്ല. ആന്റണി, നിങ്ങൾ പോയിക്കോളൂ. അയാളോട് പോകാൻ പറഞ്ഞത് നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാണ്. എന്താ ആന്റണിയുടെ പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ നിങ്ങൾ ആഹാരം കഴിക്കാഞ്ഞത്? രാവിലെയും കഴിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് 1 വർഷമാകുന്നു. ഇന്ന് വരെ കുറ്റവാളികൾ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പെരുമാറിയിട്ടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ നിയമത്തിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഞാൻ പരിഹരിച്ചിട്ടുണ്ട്, ഇല്ലേ? നിരാഹാരം ഇരിക്കാൻ എന്താണ് ഉണ്ടായത്? ചോദിച്ചതിന് മറുപടി പറയാൻ ആന്റണി. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. സ്നേഹത്തിന്റെ ഭാഷ മാത്രമല്ല എനിക്കറിയാവുന്നത്. പറയൂ, എന്താ നിന്റെ ആവശ്യം? ചോദിച്ചതിന് ഉത്തരം പറയണം. എന്നെ വെറുതെ വിടൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. സാറേ, ഈ ഭ്രാന്ത് ഇടയ്ക്കുള്ളതാ. 10-12 കൊല്ലമായി ചിലപ്പോഴൊക്കെ ഇങ്ങനെയാണെന്ന് അയാൾ കൂടെ ഉള്ളവർ പറയുന്നത്. നിങ്ങളെ വിളിച്ചില്ലല്ലോ സാർ. അയാൾ പറഞ്ഞത് ശരിയാണോ? ശരിയാണ്. ഇങ്ങനെ കുറെ ഭ്രാന്ത് എനിക്കുണ്ട്. എന്റെ വിവാഹം നടന്ന ദിവസം, ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ദിവസം, എന്റെ മകൾ ജനിച്ച ദിവസം, അങ്ങനെ പലതും. ഇന്നെന്റെ വിവാഹ വാർഷികമാണ്.
എന്നിട്ട് അത് ഇങ്ങനെയാണോ ആഘോഷിക്കുന്നത്? നമുക്ക് സ്വീറ്റ്സ് വാങ്ങാം, തടവുകാർക്കെല്ലാം കൊടുക്കാം. എന്താ? വേണ്ട. കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ജലപാനം പോലും ഇല്ലാതൊരു ദിവസം. ഈ വർഷവും ഞാൻ ആഘോഷിച്ചോട്ടെ. ഓക്കെ, നിന്റെ ഇഷ്ടം. വിചിത്രമാണ് നിന്റെ സ്വഭാവം. ആ, അടുത്ത വാർഷികം ഭാര്യയും മകളും ഒപ്പം ആർഭാടമായി ആഘോഷിക്കാം. Many happy returns of the day.